അജ്മീറ സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ടോപ്പ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത്. അളവ് ടോപ്പ് വെച്ച് എങ്ങനെയാണ് വരഞ്ഞെടുത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ടോപ്പ് കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ചെയ്യാം. അപ്പോൾ അതിൻ്റെ കട്ടിങ് വീഡിയോ ആണെന്ന് കേട്ടോ. അപ്പോൾ ആർക്കും ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതേപോലെ 4ആയി നമ്മൾ തുന്നാനുള്ള തുണി മടക്കി വെച്ച് അതിന് മുകളിൽ ടോപ്പും ഇതേപോലെ മടക്കി വെക്കണം. അപ്പോൾ അധികമുള്ള തുണി ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് നമുക്ക് സ്ലീവിനെടുക്കാം. ബാക്കി ഇതാ ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളതിൻ്റെ കഴുത്തിൻ്റെ വിഡ്ത്ത്, കഴുത്തിൻ്റെ ഇറക്കം, ബാക്ക് നെക്കിൻ്റെ ഇറക്കം എല്ലാം അത് വെച്ച് അടയാളപ്പെടുത്തി ഇതേപോലെ നമുക്കൊന്ന് വരഞ്ഞെടുക്കാം. ഷോൾഡർ, അതുപോലെ തന്നെ ആം ഹോൾ വരയ്ക്കാനുള്ള ആ ഒരു ഏരിയ എല്ലാം ഞാൻ അളവ് ടോപ്പ് വെച്ച് അതിൻ്റെ ആ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി ഇതുപോലെ നമുക്ക് ഫ്രീ ഹാൻഡ് വെച്ച് തന്നെ നമുക്ക് വരഞ്ഞെടുക്കാം. ഇനി നമ്മൾ ആം ഹോൾ വരയ്ക്കുമ്പോൾ ഇതേപോലെ ഒരു കർവ് ഇതുപോലെ വരഞ്ഞെടുക്കണം. ശേഷം ഫ്രണ്ട് പീസിന് നമ്മൾ ഒന്നുകൂടി കുഴിച്ച് വരഞ്ഞെടുത്തത് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ കുഴിച്ച് വരച്ചത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഉള്ളിൽ നിന്നും ബാക്ക് പീസ് മാറ്റിയിട്ട് വേണം അത് കട്ട് ചെയ്തെടുക്കാൻ. ഇനി നമുക്കിതുപോലെ ഒരു സ്കെയിലുണ്ടെങ്കിൽ നമുക്ക് ഷേപ്പ് വരയാൻ വളരെ ഈസിയാണ്. ഒരു 3/4 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്കൊരു ടോപ്പ് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമുക്ക് ആ സ്കെയിൽ വെച്ച് ഷേപ്പ് വരയാം. അപ്പോൾ ഷേപ്പും വരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുക്കണം. ഷേപ്പ് വരയുമ്പോൾ നമ്മൾ ആ ഒരു സ്ലിറ്റ് അതിൻ്റെ ആ ഒരു പോയിൻ്റ് അടയാളപ്പെടുത്തി കട്ട് ചെയ്തിട്ട് നമുക്കത് ശരിക്കും അവിടെ മാർക്ക് ചെയ്യണം. പടിയിൽ ഇതുപോലെ ഒന്ന് വളച്ച് വരച്ച് കൊടുക്കണം. ആദ്യം നമുക്ക് അധികമുള്ള തുണി കട്ട് ചെയ്തെടുത്ത് ബാക്ക് നെക്കാണ് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഫ്രണ്ട് നെക്ക് നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ ബാക്ക് പീസ് ഉള്ളിൽ നിന്നും മാറ്റിയതിന് ശേഷം മാത്രമേ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ പറ്റൂ. കാരണം 4ആയി മടക്കി വെച്ചത് അങ്ങനെയാണ്. ഷോൾഡർ ഒരു അല്പം ചരിച്ച് വരഞ്ഞു കൊടുക്കണം. ശേഷം നമുക്ക് ആം ഹോൾ വരുന്ന ഭാഗം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുമ്പോൾ ആദ്യം വരച്ച ആ ഒരു വളവിലൂടെ ആയിരിക്കണം കട്ട് ചെയ്യേണ്ടത്. അതിന് ശേഷം മാത്രമേ നമുക്ക് ആ ഒരു ഫ്രണ്ട് പീസിൻ്റെ ആം ഹോൾ കർവ് ഒരല്പം ഉള്ളിലേക്ക് വളച്ച് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇനി ഷേപ്പ് വരഞ്ഞ ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതൊരു അജ്രക് പ്രിൻറ്റിൻ്റെ നൈറ്റി പീസാണ് കേട്ടോ. അപ്പോൾ ബോർഡർ വരുന്നതും ഉണ്ട്, ബോർഡർ ഇല്ലാത്തതും ഉണ്ട്. നമുക്കിതുപോലത്തെ നൈറ്റി ബിറ്റുകൾ ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടും. 290 ആയിരിക്കും കേട്ടോ. 290ൻ്റെ ഉണ്ട്, 320ൻ്റെ ഉണ്ട്. ഇത് 290ൻ്റെ ആണ്. അപ്പോൾ ഇതുപോലത്തെ തുണി വെച്ച് നൈറ്റികളും അതേപോലെ ടോപ്പുകളും ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലിറ്റ് വരുന്ന ഭാഗം നമ്മൾ ഇതുപോലെ ഒരുമിച്ച് പിടിച്ചൊരു ചെറിയ കട്ട് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കത് സ്റ്റിച്ചിങ് ടൈമിൽ വളരെ ഈസിയാണ്. ഇനി ബാക്കി വന്ന പീസ് കൊണ്ട് നമുക്ക് ടോപ്പിൽ പല ഡിസൈനും ചെയ്തെടുക്കാം. നെക്കിലായിട്ടും ടോപ്പിൻ്റെ അടിവശത്തായിട്ടും ആ ഒരു യോക്കിൻ്റെ ഭാഗത്തായിട്ടൊക്കെ നമുക്ക് ആ ഒരു സൈഡിലുള്ള കര വെച്ച് നമുക്ക് ഡിസൈൻ ചെയ്യാം. ഇനി ഞാനതിൻ്റെ ഫ്രണ്ട് പീസിൻ്റെ നെക്കാണ് കട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ട് പീസിൻ്റെ ആം ഹോൾ കർവും നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം.
ഇനി സ്ലീവാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. സ്ലീവും ഞാനിതുപോലെ തന്നെ അളവ് ചുരിദാറിൻ്റെ സ്ലീവ് വെച്ചാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ അതിൻ്റെ സ്ലീവ് വരുന്ന ഭാഗം നമ്മൾ തുണിയിൽ വെച്ച് രണ്ടറ്റതുപോലെ പോയിൻ്റ് ചെയ്ത് കൊടുത്ത് ഇനി ഫ്രീ ഹാൻഡ് വെച്ച് തന്നെയാണ് ഞാനത് വരഞ്ഞെടുക്കുന്നത്. ഇപ്പോൾ സ്ലീവും ഞാനത് കട്ട് ചെയ്തെടുത്തു. 3/4 സ്ലീവിൻ്റെ സൈസ്. സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പും അടയാളപ്പെടുത്തി അതും കട്ട് ചെയ്തെടുത്തു. അപ്പോൾ സ്ലീവിൻ്റെ അടിയിൽ ആ ഒരു ബോർഡർ വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിൽ ഞാൻ നെക്കിൻ്റെ താഴെയായിട്ട് ഫ്രണ്ട് പീസിൽ ഇതുപോലെ ആ ഒരു ബോർഡർ എടുത്ത് ഇതുപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. നല്ലൊരു ഭംഗിയാണത് കേട്ടോ. മാത്രമല്ല അതിൻ്റെ സൈഡിൽ ഒരു ബ്ലാക്ക് കളറിലൊരു ലൈസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിവശത്തും വേണമെങ്കിൽ നമുക്ക് ആ ഒരു കരയുടെ പീസ് എടുത്ത് വെക്കാം. അത് ഞാൻ ചെയ്തിട്ടില്ല. അതുപോലെ സൈഡിൽ സ്ലിറ്റിൻ്റെ ഭാഗത്തും നമുക്ക് ആ കര കട്ട് ചെയ്തെടുത്ത് വെക്കാം. നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ടോപ്പോ അതുപോലെ നൈറ്റിയോ അതേപോലെ തന്നെ കോട്ടൺ ഫ്രോക്കുകളും ഞാനിതുപോലെ ബിറ്റ് വെച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എന്നെ വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.